Hi friends, എല്ലാവർക്കും ട്രിക്കി മലയാളിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ചിലർക്ക് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തമായി അറിയില്ല. മലയാള ഡെഫിനിഷൻ ഞാനിപ്പോൾ പറഞ്ഞു തരാം. നമ്മൾക്കുള്ള ഫോളോവേഴ്സിനെ നമ്മൾ ഒരു പ്രൊഡക്റ്റോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ വെച്ച് നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരെ ആകർഷിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 10K ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളും അത് വെച്ചിട്ട് ആ പ്രൊഡക്റ്റിന് ഒരു ചെറിയൊരു എമൗണ്ട് ഫീസും വെച്ചിട്ട് നമുക്ക് ഓരോ കമ്പനികൾ ഫ്രീ ആയിട്ട് അയച്ചു തരികയും അത് നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിനെ പിക്ക് വഴി ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായി വേണ്ടത് ഒരു ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ നമുക്ക് മോഡലിംഗ് ചെയ്യാനുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയുമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇൻസ്റ്റഗ്രാം നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ക്രേസി ആയ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം വെച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു എമൗണ്ട്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു തീം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു മോഡലായി തന്നെ കരുതുക. അപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര റിസ്ക്കുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരുപാട് ആപ്ലിക്കേഷൻസും മറ്റ് സോഴ്സസും നമുക്ക് ഒരു 10K ഫോളോവേഴ്സ് അടുപ്പിക്കുന്ന വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ 10K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു ചെറിയൊരു മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എടുത്തിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡായ ഒരു ന്യൂസാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ 400 കോടി രൂപയാണ് ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കൊറോണ സീസണിൽ നിന്ന് ഇൻസ്റ്റഗ്രാം വഴി മാത്രമായിട്ട് ഏൺ ചെയ്തെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചിലർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴും അത് എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇപ്പോൾ 237 മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ പോയാലും ഒരു കോടിക്കണക്കിന് ആളുകൾ കാണുമെന്നുള്ള രീതിയിൽ അത് ഷുവറാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് തന്നെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഏരിയയിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലുമായിട്ട് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇറങ്ങുന്നുണ്ട്. അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മുടെ ഫോളോവേഴ്സ് വെച്ച് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 10K ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരു ഹെയർ വാഷ്, ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ എന്താ പറയുക മാസ്കുകൾ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ സീസൺ അനുസരിച്ചിട്ട് നമുക്ക് അയച്ചു തരും. നമ്മൾ അതിട്ടിട്ട് ഒരു പിക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തന്നെ റീച്ച് എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പുഷാണ്. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുക, അത്യാവശ്യം പിക്കുകളൊക്കെ ഇട്ട് അത്യാവശ്യം ഫോളോവേഴ്സിനൊക്കെ നമുക്ക് സോഴ്സ് കണ്ടെത്തി കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോ പ്രൊഡക്റ്റും നമ്മൾ മെയിൽ അയക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് അവർ ഇങ്ങോട്ട് അയച്ചു തരും. ഒരു 10K ഫോളോവേഴ്സ് ആയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരോട് ക്യാഷ് നമുക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റും. അവർ നമുക്ക് ക്യാഷും ചിലപ്പോൾ തരും ഈ പിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഈ പോസ്റ്റാണ്. ഈ പോസ്റ്റിൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പെയ്ഡ് പാർട്ണർഷിപ്പ് വിത്ത് ഹെർബ ലൈഫിനായിട്ടുള്ള പെയ്ഡ് പാർട്ണർഷിപ്പ്, അതായത് പൈസ വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു ഹെർബ ലൈഫിനോടുള്ള ഒരു ഡീലാണ് ക്രിസ്ത്യാനോട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, ഫോളോവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിനുള്ള ഫുൾ സ്ട്രക്ചർ ആൻഡ് PDF ഫയൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ അത്യാവശ്യക്കാർ ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ PDF ഫയൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസ് മാർക്കറ്റിൻ്റെ ഫുൾ സ്ട്രക്ചർ ആൻഡ് എങ്ങനെയാണ് ഇതിന് A to Z എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാം, അതായത് മോഡലിംഗ് എങ്ങനെ ചെയ്യാം, മോഡലിങ്ങിൽ ബേസിക്കായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ PDF അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ സോഴ്സുകളും കാര്യങ്ങളൊക്കെ PDF അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേണ്ടവർ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ ആൻഡ് ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ. ഇനി പറയാൻ പോകുന്നത് നല്ലൊരു ബയോ വേണം, അതുപോലെ തന്നെ നല്ലൊരു ലോഗോ വേണം, നല്ലൊരു ബ്രാൻഡിങ് ആയ പേജ് ആയിരിക്കണം. ചവറ് പോലെ നമ്മൾ പിക്കുകളൊന്നും അപ്ഡേറ്റ് ചെയ്യരുത്. അത്യാവശ്യം കണ്ടാൽ തന്നെ പ്രീമിയം ആവുന്ന രീതിയിലാണ് നമ്മൾ പിക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്ഡേറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നണം, അത്യാവശ്യം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ബ്രാൻഡിങ് കിട്ടിയിരിക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് തന്നെ തോന്നണം. അപ്പോൾ എല്ലാവരും നൈസായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റാഗ്രാം പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചെറിയ ബേസിക്കായി സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി പോകാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. ഇതൊരു പാർട്ട് 1 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ PDF ഫയൽ ആവശ്യമുള്ളവർ നമുക്ക് പേഴ്സണൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ PDF ഫയൽ നമ്മൾ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ആവശ്യമുള്ളൊരു പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നിങ്ങളുടെ സംശയങ്ങളായിരിക്കും നമ്മൾ പാർട്ട് 2, 3, 4 ആയിട്ട് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വ്യൂസിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഇറക്കാനുള്ളൊരു പ്രചോദനമാകുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് ട്രിക്കി മലയാളി സൈനിങ് ഔട്ട്.